ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടന്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് എക്സ്പോർട്ട് ഓർഡർ കിട്ടുക എന്നുള്ളത്. എക്സ്പോർട്ട് ഓർഡർ കിട്ടണമെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കണം. അതിന് എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കണ്ടന്റ് മാർക്കറ്റ് ചെയ്താണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ബ്ലെസ്സി എന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ബ്ലെസ്സി ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ബ്ലെസ്സിയോട് ചോദിക്കുക എങ്ങനെയാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്ത് സക്സസ് ആവുക എന്നുള്ളത്. ബ്ലെസ്സി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലൊക്കെ ഉള്ള ആളാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും അറിയുന്ന ആളാണ്. ഇപ്പോൾ 3.7 മില്യൺ ഫോളോവേഴ്സൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ ബ്ലെസ്സിക്ക് അതിൻ്റെ ഒരു ട്രിക്ക് അറിയാം എങ്ങനെയാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ നമ്മുടെ ബ്രാൻഡിനെ വളർത്തിക്കൊണ്ടുവരാൻ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഹായ് ബ്രോ, ഈ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് വൈറലാകുമ്പോഴാണ് അത് കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. അപ്പം മാക്സിമം റീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ശ്രമിക്കാൻ പറ്റുന്ന കാര്യം. അതിന് നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് മുതലായ മാർഗങ്ങളാണ്. ഗൂഗിൾ, അതിനുശേഷം നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ആഡ്സ് ചെയ്യാം. പക്ഷെ എന്നാലും ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയകളുടെ ആൽഗോരിതം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അവർ ഓരോ സമയം ചിലപ്പോൾ ആൽഗോരിതം മാറ്റും, ചിലപ്പോൾ ആൽഗോരിതം വേറെ ആയിരിക്കും. ഫോട്ടോസിനായിരിക്കും, ചില സമയത്ത് ട്രെൻഡ് ഫോട്ടോസിനായിരിക്കും, ചിലപ്പോൾ വീഡിയോസിനായിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റീൽസിനാണ് ഏറ്റവും ട്രെൻഡ് ഉള്ളത്. റീൽസിൽ തന്നെ ഒബ്വിയസ്ലി വീഡിയോസ്. സോ നമ്മൾ ആദ്യത്തെ 4 സെക്കൻഡ് 3 സെക്കൻഡ് എങ്ങനെ ഓരോ വീഡിയോനെ നമ്മൾ ഇത് ബേസിക്കലി ഹ്യൂമൻ സൈക്കോളജിയാണ്. ഹ്യൂമൻ അറ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്യേണ്ടത്. ആ ഹ്യൂമൻ അറ്റൻഷൻ നമ്മളെ ബ്രാൻഡിലേക്ക് കൊണ്ടുവരിക. അതിന് ആ ഒരു വീഡിയോയും അങ്ങനെ തന്നെ ആയിരിക്കണം. ആദ്യത്തെ 4 സെക്കൻഡ് ഒരു മനുഷ്യൻ്റെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുക, അതിനുശേഷം ആ അറ്റൻഷൻ ഹോൾഡ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ ബ്രാൻഡിനെ ഉള്ള മെസ്സേജ്, നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് കറക്റ്റായി ഡെലിവർ ചെയ്യുക. അതുകൂടെ തന്നെ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒരു ബ്രാൻഡിനെ വളരെ രീതിയിലോട്ട് വലിയൊരു വൈറൽ അല്ലെങ്കിൽ വലിയ വേഗം തന്നെ എസ്റ്റാബ്ലിഷ് ആക്കാൻ പറ്റും. കുറച്ച് പൈസ ചിലപ്പോൾ ഓർഗാനിക് ആയിട്ടാവാം, അല്ലെങ്കിൽ ആഡ് ചെയ്താവാം. എങ്ങനെയായാലും ഇങ്ങനെ അറ്റൻഷൻ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡിനെ വളരെ വേഗം ഇൻ്റർനാഷണലി ലാംഗ്വേജിന് ഉപരി നമുക്ക് വൈറലാക്കി എസ്റ്റാബ്ലിഷ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ബ്ലെസ്ലിയും പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. അപ്പം നമുക്കൊരു ബ്രാൻഡിനെ നമുക്ക് ഇമോഷണലി ആണല്ലോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക. നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ റീസൺ നമ്മൾ ഉണ്ടാക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ പേജിൽ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സോ നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ്. അതായത് ആൾറെഡി വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാകും. അതായത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആൾറെഡി വൈറലായ ഒരു വീഡിയോ എടുത്തിട്ട് അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അത് കറക്റ്റ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി വൈറലാവുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മളിപ്പം ചിലപ്പോൾ ഒരു കൊക്ക്, ഞാൻ കണ്ടൊരു എക്സാമ്പിൾ പറയുകയാണ്. ചിലപ്പോൾ ഒരു കൊക്ക് ഒരു കറണ്ട് കമ്പിയിൽ നിന്ന് കറണ്ടടിച്ച് വീഴുന്നു, അത് നേരെ വന്നൊരു റെസ്റ്റോറൻറ്റിലായിട്ട് ചിക്കനായിട്ട് കഴിക്കുന്നു, എന്നിട്ട് അവരും തമാശ പറയുന്നത് ചിരിക്കുന്നു. സോ നമ്മൾ ആൾറെഡി ഈ കൊക്ക് കറണ്ടടിച്ച് വീഴുന്നത് നമ്മളെ ഹ്യൂമൻ അറ്റൻഷനെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. അതെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നേരെ നമ്മളെ റെസ്റ്റോറൻറ്റ് എഴുതുന്നു, ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഈ കൊക്ക് നേരെ വീഴുന്ന പ്ലേറ്റിലേക്കാണ്. ഒരു സിമ്പിൾ വൈറൽ ഐഡിയ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. സോ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. റീൽസ് കാണരുതെന്നൊക്കെ പറയുമെങ്കിലും നമ്മളത് കണ്ട് അപ്ഡേറ്റ് ആയിരിക്കുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സോ ഇങ്ങനെയൊക്കെ ചില കുറുക്ക് വഴി കൂടി നമുക്ക് നമ്മളെ ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് എന്തിൻ്റെ ആഡാണ്? ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആഡാണ്, അവിടുത്തെ ചിക്കൻ്റെ ആഡാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഐഡിയ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ലാംഗ്വേജ്, ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് എന്ന് വെച്ചാൽ പല ലാംഗ്വേജിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആണ്. ഇപ്പോൾ മലയാളം എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒറ്റ ലാംഗ്വേജ് നമ്മൾ മീഡിയമായിട്ട് എടുത്താൽ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ ആഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാത്ത ടൈപ്പ് ആഡ് ചെയ്യുന്നതാണോ? അതിൻ്റെ അകത്ത് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് പോകണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോസ് ആയിരിക്കും ഇപ്പം കൂടുതലും കേൾക്കാൻ താല്പര്യം. അതായത് ഇപ്പം അവസാനമായിട്ട് ഹനുമാൻ കൈൻഡ് എന്ന് പറഞ്ഞൊരു മലയാളി, ഒരു മലയാളിയാണ്, പക്ഷെ കാലിഫോർണിയയിൽ ജീവിക്കുന്ന ഒരു റാപ്പറിൻ്റെ ഓഡിയോ അങ്ങനെ ഒരു പാട്ട് ഇപ്പോൾ വൈറലായി. സോ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മളൊരു ബ്രാൻഡിങ്ങിൽ നല്ല രീതിയിൽ എളുപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയാണ്. ഒന്ന് ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കുക, ട്രെൻഡിനൊപ്പം പോകുക. അപ്പം നമ്മളിപ്പോൾ ട്രെൻഡിനൊപ്പം പോകുന്ന സ്ട്രാറ്റജിയാണ് പറയുന്നത്. അപ്പോൾ ഈ പാട്ട് പല വൈറൽ, ചിലർ കൂട്ടുകാരുടെ സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടാവാം, ചിലർ വൈറൽ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ മോട്ടിവേഷൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കും ഒരു പാട്ട് വൈറലാവുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ട്രെൻഡുള്ള സോങ് എടുത്ത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി ആയിട്ടും കൂടെ യോജിച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഫെമിലിയാരിറ്റി തോന്നും. ബിക്കോസ് ഞാൻ ഇന്നലെ കേട്ട പാട്ടാണ്, അത് ഈ സെയിം റീലിൽ വരുന്നു, അത് സെയിം ബ്രാൻഡിൽ വരുന്നു. അപ്പോൾ ഫെമിലിയാരിറ്റി തോന്നും. മാക്സിമം നമ്മൾ ആൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള പാട്ടിട്ട് കഴിഞ്ഞാലും
മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ഇംഗ്ലീഷ് പാട്ടാണ് നമ്മൾ മലയാളം വീഡിയോയിൽ ഇടുന്നെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രാറ്റജീസ് കറക്റ്റ് ആണെങ്കിൽ അത് ഇൻ്റർനാഷണലി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ കാലത്ത്. ഓക്കെ ബ്ലെസ്ലിൻ, താങ്ക് യു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രെൻഡിങ് മാർക്കറ്റിംഗ് ഐഡിയാസാണ് ബ്ലെസ്ലിൻ നമ്മളോട്ട് ഷെയർ ചെയ്ത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന്, എക്സ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഈ വരുന്ന ഓഗസ്റ്റ് 31 കൊല്ലത്ത് വെച്ച് നമ്മളൊരു 1 ഡേ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ബയേഴ്സിനെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർ കൊല്ലത്തേക്ക് വരിക, നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.